എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് നാട്ടിൽ പോയിരിക്കായിരുന്നു. രാമേശ്വരം പോയി, അമ്മയുടെ ആണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് എല്ലാം ചെയ്തു തിരിച്ച് ദുബായിലെത്തി. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതായത് നമ്മുടെ റാഗി ചപ്പാത്തി. അപ്പോൾ റാഗി വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മില്ലറ്റ്സ് റെസിപ്പീസ് കുറേ പേര് ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് റാഗി ചപ്പാത്തി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ചപ്പാത്തി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള റാഗി ചപ്പാത്തി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് റാഗി വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് പൊടിച്ചിട്ട് വന്ന പൊടിയാണ്. നമുക്ക് ഇവിടെ എല്ലാ കടകളിലും അവൈലബിൾ ആണ് കേട്ടോ. റാഗി പൗഡർ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആണ്. നമ്മൾ മലയാളത്തിൽ ഇതിന് മുത്താരി എന്ന് പറയും, ഇംഗ്ലീഷിൽ ഫിംഗർ മില്ലറ്റ്സ് എന്നൊക്കെ പറയപ്പെടുന്ന സംഭവമാണിത്. അപ്പോൾ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഗ്ലൂട്ടൻ അലർജി എന്ന് പറയാറില്ലേ, അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു മില്ലറ്റാണ് റാഗി. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നോർമലായിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ, അതായത് വെറുതെ പച്ചവെള്ളത്തിൽ കുഴച്ച് ഉണ്ടാക്കാൻ പറ്റില്ല ഈ സംഭവം. അതുകൊണ്ട് നമ്മൾ ഇതിനെ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കാൻ പോകുന്നത്. നല്ല വെട്ടിത്തളി നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന സെയിം പ്രൊസീജിയർ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഒട്ടും തന്നെ ആട്ടപ്പൊടിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഗോതമ്പ് പൊടിയുടെ കൂട്ടത്തിൽ കൂടി 2 ടേബിൾ സ്പൂണൊക്കെ റാഗിയുടെ പൊടി ഇടാറുണ്ട്. അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത് ശരിക്കും പ്രോപ്പറായിട്ട് റാഗിയുടെ ചപ്പാത്തി ആയതുകൊണ്ട് ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഓക്കെ, അപ്പം അതിന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഏത് കപ്പിലാണോ റാഗി എടുത്താൽ സെയിം കപ്പ് അളവിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. ഞാൻ ഒരു കപ്പ് റാഗി പൊടിക്ക് 1 കപ്പ് മൊത്തത്തിൽ എടുത്തിട്ട് മുഴുവൻ എടുത്തിട്ടില്ല, ഒരു അല്പം മാത്രം കുറവ് വെള്ളം, അതായത് 1 കപ്പിന് അല്പം കുറവ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് 3 ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിത് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് നന്നായിട്ട് വെള്ളം തിളപ്പിക്കാം. അപ്പം ഞാനൊക്കെ ആദ്യം ഈ റാഗി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോർമൽ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് അങ്ങോട്ട് ശരിയാവണില്ലാന്നേ. അപ്പം എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഇതിൽ ഗ്ലൂട്ടൻ ഇല്ല, ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ടാണ് നമുക്കിത് ചപ്പാത്തിയായിട്ട് സാധാരണ രീതിയിൽ കുഴക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായത്. പിന്നെയാണ് ഈ റെസിപ്പി കിട്ടിയപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നന്നായി വന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ കുറച്ചൊരു നമ്മൾ വലിച്ചെടുക്കേണ്ട പോലെ സ്ട്രെച്ചിങ് ആയിരിക്കും സാധനം. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടൊന്ന് വെള്ളം അതിന്റെ മുകളിൽ നിന്ന് തടവിയതിന് ശേഷം അവനിൽ വെച്ചിട്ട് 10 സെക്കൻഡ് ചൂടാക്കുക. പിന്നെ അതല്ലെങ്കിൽ വേറൊരു സൂത്രമുണ്ട്, അതിന്റെ മേലെ കൂടെ നല്ല ചൂടുള്ള കറി ഒഴിച്ചു വെക്കുക, ഒന്ന് കുതിർത്തുക, ഈവനിങ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. പക്ഷെ ഉണ്ടാക്കിയ വശം തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര സൂപ്പറാണ്. നമ്മളെല്ലാം പറയണല്ലോ പറയുമ്പോൾ. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്, നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ 1 ഗ്ലാസ് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഓരോ പൊടി അനുസരിച്ചും ഇതിൽ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തേ. ഇതൊക്കെ കറക്റ്റാണ്. 1 ഗ്ലാസ് മുഴുവനും വേണ്ട, ഒരു ഇച്ചിരി കുറവ് മതി. കഴിഞ്ഞ ദിവസം ഞാൻ 1 ഗ്ലാസ് വെച്ച് ഉണ്ടാക്കിയപ്പോൾ വീണ്ടും ഞാൻ പൊടി ചേർക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിയെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതിയാവും. അതിനുശേഷം നമുക്ക് അടപ്പ് മാറ്റിയിട്ട് ഇതൊന്ന് 3-4 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഈ റാഗിയുടെ പൊടി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണേ. കയ്യിലൊരു അല്പം മാത്രം വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെള്ളമോ തടവുക. ഇതിപ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, പക്ഷെ ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ടായാലും മതി, പക്ഷെ ചെറിയ ചൂടോടുകൂടി കുഴക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഞാൻ ലൈറ്റായിട്ട് കയ്യിലൊന്ന് എണ്ണ വരട്ടെ. ഇത് ഈ കൈയിൻ്റെ നമ്മളെ വിരലിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം അത്ര ചൂടറിയില്ല. അപ്പം അഥവാ നമ്മളിങ്ങനെ കുഴക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു അല്പം ചൂടുവെള്ളം മിക്സ് ചെയ്താൽ മതി കേട്ടോ. അതേസമയം കൂടുതൽ വെള്ളമായി ഭയങ്കര കുഴവഴായിരിക്കുന്നുണ്ടെങ്കിൽ അല്പം റാഗിയുടെ പൗഡറും മിക്സ് ചെയ്താലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ശരിയാക്കി എടുക്കാം. ഒരു 3-4 മിനിറ്റ്
നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടുള്ളൂ കേട്ടോ. ഒരു കൈയൊന്നും പൊള്ളണ ചൂടൊന്നും ഇല്ല. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ഇനി നമുക്കിതിനെ ഈക്വൽ സൈസുള്ള ഉരുളകളായിട്ട് അങ്ങ് ഉരുട്ടാം. ഇത്രയും സൈസുള്ള ഉരുളകളായിട്ട് ഞാൻ ഉരുട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഉരുട്ടി പാത്രത്തിലാക്കിയതിന് ശേഷം അടച്ചു വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 10 ഉരുളയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. 10 ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ അളവ് കൊണ്ട്. അപ്പോൾ ഒരെണ്ണം നമുക്ക് എടുക്കാം, ഒരു ഉരുള എടുക്കാം, ബാക്കി നമുക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഉരുട്ടി ഓരോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് ചെയ്യണേ. എന്നിട്ട് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പാക്കിയതിന് ശേഷം കുറച്ച് റാഗി ഫ്ലോർ എടുക്കുക, അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് റാഗി ഫ്ലോർ നമുക്ക് ഇതിലും ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. വളരെ എളുപ്പമാണ് സത്യം പറഞ്ഞത് ഉണ്ടാക്കാൻ. പിന്നെ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ അല്പം നെയ്യ് തടവുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇപ്പോൾ നെയ്യ് താല്പര്യമില്ലാത്ത ആൾക്കാർ ഒഴിവാക്കാം, പക്ഷെ നെയ്യ് ചേർക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇത് അബ്സോർപ്ഷന് നെയ്യ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കാര്യം അറിയാലോ, ഒരുപാട് നെയ്യ് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നാൽ പോലും ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് കേട്ടപ്പോൾ ഞാനിപ്പോൾ നെയ്യ് അല്പാൽപമായി എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ റാഗിയുടെ ഐറ്റംസ് ഒന്നില്ലെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ ദോശ, അല്ലെങ്കിൽ കുറുക്ക്, പുട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് തൊട്ടേ നമ്മൾ ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ റാഗിയുടെ പൗഡർ ചേർക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ മൊത്തം റാഗിയുടെ ചപ്പാത്തിയായി മാറി. അപ്പോൾ ഇതിൽ ഓവർ ഫ്ലോർ ആയി കഴിഞ്ഞാൽ നന്നായി തട്ടിക്കളയാൻ മറക്കരുതേ. പിന്നെ ഇത് എന്താ പറയുക, നൈസായിട്ടുള്ള പൊടിയല്ല കേട്ടോ, ഇച്ചിരി തരിയൊക്കെ ഉണ്ട് ഇതിൽ. അത് നല്ലത് കുറച്ചും കൂടെ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പൊടിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഭയങ്കര നൈസായിട്ടുള്ള അരിപ്പ കൂടെ അരിക്കാണ്ട് മീഡിയം അരിപ്പ കൂടെ അരിച്ചു കഴിഞ്ഞാൽ ചെറിയ തരികൾ ഉണ്ടാവും. അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പം ആദ്യമേ തന്നെ എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ചുട്ടെടുക്കുക, അല്ലെങ്കിൽ ഓരോന്നായിട്ട് പരത്തി ചുട്ടെടുക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്തോളൂ. നമ്മൾ ഓരോ പ്രാവശ്യം ഉരുളകൾ എടുത്തിട്ട് ഇങ്ങനെ വീണ്ടും കുഴക്കാൻ പറഞ്ഞാൽ എന്തിനാണെന്നറിയാമോ? അരു ഇങ്ങനെ വിണ്ടു പോകും നമ്മൾ പരത്തുന്ന സമയത്ത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇതിനെ കുഴച്ചതിന് ശേഷം പ്രസ് ചെയ്യാൻ പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അരുവൊന്നും വിണ്ടു പോകത്തില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നോർമൽ ചപ്പാത്തി പരത്തുന്ന അത്ര പ്രഷർ ഇതിൽ കൊടുക്കരുത്. സാവധാനം പരത്തിയാൽ മതി കേട്ടോ. എൻ്റെ ചപ്പാത്തിക്ക് പിന്നെ വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ല, ക്ഷമിക്കണം. അത് മാത്രം അങ്ങോട്ട് ശരിയായിട്ടില്ല. പിന്നെ ജാൻചേട്ടൻ പറഞ്ഞ പോലെ ഏത് ഷേപ്പിലാണെങ്കിലും എന്താ നമ്മൾ കഴിക്കുന്നു. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഷേപ്പൊക്കെ ആക്കി വരുത്തിട്ടോ, മൂടി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യും, അല്ലെങ്കിൽ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി കൊടുക്കും. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊന്നും ചപ്പാത്തി ഉണ്ടാക്കാറില്ല, കാരണം അറിയാലോ നമുക്ക് അതിനുള്ള ആരോഗ്യമില്ല. പക്ഷെ ഇതൊക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ചപ്പാത്തിയാണ്. കാരണം നമുക്ക് ഒരുപാട് സ്ട്രെയിൻ്റെ ആവശ്യമില്ല, കയ്യിനധികം ശക്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ, ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ട്. ഈവൻ നമ്മുടെ ഗോതമ്പ് ചപ്പാത്തി ചൂടുവെള്ളത്തിൽ കുഴച്ചുണ്ടാക്കാം കേട്ടോ, ഒരുപാട് പേര് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എന്തോ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് ചപ്പാത്തി ചൂടുവെള്ളത്തിൽ കുഴക്കാത്തത്. കാരണം പച്ചവെള്ളത്തിൽ കുഴക്കുമ്പോൾ തന്നെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തിനാ ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതെന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മുന്നിലുള്ളത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓവർ തിക്കാവാനും പാടില്ല, ഓവർ തിന്നാവാനും പാടില്ല. തിന്നായി കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരില്ല, തിക്കായി കഴിഞ്ഞാലും നല്ലതായിരിക്കില്ല. അപ്പോൾ ഒരു മീഡിയം തിക്നെസ് ആണ് നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടത് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തവ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ചൂടായിരിക്കുന്ന തവയിലോട്ട് നമുക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 10-20 സെക്കൻഡ് കഴിയുമ്പോഴാണ് വീണ്ടും തിരിച്ചിടേണ്ടത് കേട്ടോ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഫുൽക്ക തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം നമ്മൾ ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഫുൽക്കയാവും. പക്ഷെ ഞാൻ ഫുൽക്ക ചെയ്യാറില്ല. ഇനി തീ കുറച്ച് കൂട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്പാറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം സൈഡ്. അപ്പം ഇങ്ങനെ വീർത്ത് വരും. മൊത്തത്തിൽ പൊള്ളി വന്നിട്ടുണ്ടത്. അപ്പോൾ നമ്മുടെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. എൻ്റെ ഒരു കാസ്ട്രോളിൽ ഇട്ട് കൊടുക്കാം. അടുത്തൊന്നും കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് തടവാം. അപ്പം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്തോളൂ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നല്ലെണ്ണ തടവാട്ടോ, കുഴപ്പമൊന്നുമില്ല. നെയ്യ് തന്നെ വേണമെന്നൊന്നുമില്ല. പക്ഷെ നെയ്യാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഇപ്പോൾ വീഗൻസ് ഒക്കെ ആണെങ്കിൽ നെയ്യ് ഒഴിവാക്കാം. ഇതുകൊണ്ട് പ്രസ് ചെയ്യാണ്ട് തന്നെ പൊന്തി വരുന്നുണ്ടോ? കറക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല, സൂപ്പറായിട്ട് അങ്ങ് പൊന്തി വരും. അപ്പോൾ ആരൊക്കെ നമ്മുടെ റാഗി ചപ്പാത്തി ഉണ്ടാക്കി നോക്കാൻ പോകുന്നുണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഹെൽത്തി വീഡിയോസും
കാണാൻ മറക്കരുത്. റാഗിയുടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ കാണാം. പിന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പൊട്ടറ്റോന്റെ മധുരൈ സ്പെഷ്യൽ പൊട്ടറ്റോ റോസ്റ്റ്. സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലേ? എനിക്ക് സങ്കടം ഉണ്ടേ. അത് കാണണം, ഉണ്ടാക്കി നോക്കണം. നിങ്ങളൊക്കെ ഓരോന്ന് റെസിപ്പി ഉണ്ടാക്കി നോക്കി കമന്റ് പറയുമ്പോഴല്ലേ നമുക്ക് അതിനുള്ള സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കറിയുടെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികളെ, നമ്മൾ റാഗിയുടെ ചപ്പാത്തി ഉണ്ടാക്കി എല്ലാം റെഡിയായി. ഫോട്ടോ എടുത്തു കൊണ്ടുവന്നു. ഇത് ജാൻചാട്ട എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. നമ്മൾ ഇതിന്റെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഞാൻ കുറേ ദിവസത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ജാൻചാട്ടനും അവയും കുക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ വന്ന ദിവസം ഉണ്ടാക്കിയതാണ് ഗ്രീൻ പീസ് മസാല. സൂപ്പറായിരുന്നു കേട്ടോ. ജാൻചാട്ടൻ സൂപ്പറായി കുക്ക് ചെയ്യാൻ പഠിച്ചു. അതിന് വലിയൊരു സന്തോഷം. അപ്പോൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ഇതൊക്കെ സാലഡൊക്കെ നല്ലതാണല്ലോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഞാനിവിടെ ഇത് ഞാൻ വെളിച്ചെണ്ണ പുരട്ടി വെച്ചതാണ് കേട്ടോ. നെയ്യ് ഉള്ളതാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചപ്പാത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഈ ചപ്പാത്തിൻ്റെ മുകളിൽ വീഴില്ല. അതിനുശേഷം അടച്ചു വെച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒരു ചപ്പാത്തിയുടെ മുകളിൽ കൂടെ നല്ല വെള്ളം ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം 10 സെക്കൻഡ് അവനിൽ വെച്ച് ചൂടാക്കുകയാണെങ്കിൽ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും. അതും ഇല്ലാത്തവർ അതിൻ്റെ മേലെ കൂടെ നല്ല ചൂടുള്ള കറി ഒഴിച്ച് വെച്ചാലും മതിയാവും. ഓക്കെ, അപ്പോൾ ഞാനൊരു ചപ്പാത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എന്താ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ഉള്ളിലെല്ലാം ഇങ്ങനെ പൊളച്ച് വന്നിട്ടുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നത്. ഈസിയാണ്. നമുക്ക് കഴിച്ചു നോക്കിയാലോ. നമുക്ക് കുറച്ച് കറിയിലൊന്ന് മുക്കാം. അപ്പം ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ് കേട്ടോ. ഇതിന് വീഡിയോ എടുത്തതിന് ശേഷം ഞാനത് ഫുൾ ഫിനിഷ് ചെയ്യും. ഞാൻ പറഞ്ഞ പോയിൻ്റൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ, എന്താ പറയുക, വൈറ്റമിൻ ഡിയും കാൽഷ്യവും അയണൊക്കെ റിച്ച് ആയിട്ടുള്ള നമ്മുടെ റാഗി ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുക. ഡയറ്റ് ചെയ്യുന്നവർക്കും ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോസും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്